ഫ്രണ്ട്സ്, അതീവ രുചികരമായ എഗ് നൂഡിൽസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കലാണ് പരിപാടി. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റ്, 2-3 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, ഒരു ഉള്ളി, കുറച്ച് ക്യാബേജ്, 2 മുട്ട. അപ്പൊ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് പൊടിയായിട്ട് അരിയണം, ചതുരത്തില് കുഞ്ഞു കുഞ്ഞായി അരിയണം. ക്യാപ്സിക്കത്തിന്റെ ആ വെള്ള കുരുകളൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് പൊടിയായി അരിയാം. ഞാനിവിടെ പകുതി എടുത്തിട്ടുള്ളൂ, ഒരുപാട് ക്യാപ്സിക്കം വേണ്ടല്ലോ. കുറച്ച് ക്യാബേജും അത് മതി. പിന്നെ ആവശ്യം നമുക്കൊരു ഉള്ളിയാണ്. എല്ലാം പൊടിയായി അരിഞ്ഞു വെക്കണം. നൂഡിൽസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒന്ന് പത വരുന്ന രീതിയിൽ തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ഹക്ക നൂഡിൽസ് എടുത്തിരിക്കുന്നത് മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയത് ആണ്. അപ്പം അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഒരു 2 മിനിറ്റ്, 2-2.5 മിനിറ്റ് തിളപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ പച്ചമുളക് ഇവിടെ സ്ലൈസ് ആയിട്ട് നീളത്തിൽ അരിയുക. ക്യാപ്സിക്കം ആണെങ്കിൽ എത്ര പൊടിയാക്കാൻ പറ്റുമോ അത്രയും പൊടിയാക്കി നന്നായിട്ട് കുനുകുനേന്ന് അരിഞ്ഞു വെക്കുക. ആഹാ, എന്ത് രസാ! ചുവപ്പ്, പച്ച, വെള്ള ഒക്കെ കൂടി മിക്സായ കളറ്. നൂഡിൽസ് ഉണ്ടാക്കല് പരിപാടി ഭയങ്കര എളുപ്പമാണ്. പക്ഷെ പച്ചക്കറി അരിയുന്നതിന് കുറച്ച് സമയം എടുക്കും. ക്ഷമയോടെ അരിഞ്ഞെടുക്കുക, അതാണല്ലോ അതിൻ്റെ ഒരു സ്റ്റൈൽ. അപ്പൊ നമ്മുടെ നൂഡിൽസ് 2 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി വെന്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് നിരത്തി വെക്കാം. നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊരു പരിപാടിയുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ തൂവി കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതായത് ഒരുപാട് ഉടയാത്ത രീതിയിൽ ഇളക്കിയെടുക്കുക. അങ്ങനെ, അതായത് നൂഡിൽസ് ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം ആദ്യം ആ ഉള്ളി ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. പച്ചമുളകും ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നടുക്കിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുക. 2 മുട്ട പൊട്ടിച്ചത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് പെപ്പറും കൂടെ അതിലേക്ക് ചേർത്ത് നടുക്കിൽ നിന്ന് കുറച്ചു നേരം ഇളക്കുക. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അജിനാമോട്ടോ ഒന്നും ഇല്ലാത്ത അതീവ രുചികരമായ എഗ് നൂഡിൽസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളിയുമായി മിക്സ് ചെയ്യാം. അപ്പൊ മുട്ടത്തോരൻ പോലെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം ഒപ്പം ക്യാബേജും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ആവശ്യമായ ചേരുവകൾ ചേർക്കാം. പറയാൻ മാത്രം ചേരുവകളൊന്നും ഇല്ല. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്ലാക്ക് സോസും പിന്നെ ടൊമാറ്റോ സോസും മാത്രം. അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം സംഭവിക്കുന്നത്. പച്ചക്കറികൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം, വേഗം വിടരുത്, ഇളക്കിയ ശേഷം ഉടനെ നമുക്കതിലേക്ക് വേവിച്ച് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് സോസും അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്യാം. ഒരുപാട് മിക്സ് ചെയ്തത് കുറച്ച് ഇട്ടതിന് ശേഷം
നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതായത് അടിയിൽ നിന്നൊക്കെ മേലേക്ക് എടുത്തിട്ട് നന്നായി ഇളക്കി എടുക്കണം. ഒരുപാട് ഉടയരുത്. ബ്ലാക്ക് സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ അയ്യോ ഗ്ലാമർ പോയല്ലോ എന്നൊന്നും വിചാരിക്കരുത്. അടിപൊളി ഗ്ലാമർ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതായത് ഉപ്പ് എല്ലാ ഭാഗത്തിലും പിടിക്കേണ്ട രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ കറക്റ്റ് നൂഡിൽസിന്റെ കളർ വന്നിട്ടില്ലേ? അപ്പൊ നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്കും കൂടെ അടിച്ചേക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റും കൂടെ തന്നേക്കൂ. അപ്പൊ നമ്മൾ നൂഡിൽസ് കഴിക്കുന്നത് സോസിനൊപ്പമാണ്. സോസ് ഇല്ലെങ്കിലും കഴിക്കാം. അടിപൊളി രുചിയാണ്. താങ്ക് യു.